ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരിടത്തൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണ്, ഒരു യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ കരുതി ഈ ഡ്രസ്സിൽ തന്നെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ട് വന്നതിനെ ഫോൺ എടുത്ത് ഇവിടെ കൊണ്ടുവച്ചിട്ട് നിങ്ങളോട് കഥ പറയാനിരിക്കുകയാണ്. അപ്പം നമുക്ക് കുടുംബശ്രീയുടെയൊക്കെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. കുടുംബശ്രീ നടത്തുന്ന ഒരു പരിപാടി നമ്മുടെ തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 6ാമത്തെ ദിവസം എന്തോ ആണ്. വയസ്സായവർ ആദരിക്കലും അങ്ങനെ എന്തൊക്കെ സംഭവം, കുടുംബശ്രീയുടെ മേളയും പിന്നെ പ്രായമായ ആൾക്കാരെ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ അതിൽ നമ്മൾ ഓണത്തിനല്ലല്ലോ ക്രിസ്മസിന് മാർഗം കളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ട് അപ്പം നമ്മുടെ കുടുംബശ്രീയിലുള്ളവർ നമ്മുടെ പ്രോഗ്രാം അവിടെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ക്ഷണിച്ചു. അപ്പം നമ്മൾ പോയി പരിപാടിയൊക്കെ അവതരിപ്പിച്ച് ഇവിടെ വന്നിരിക്കുകയാണ്. ഇതിലൊന്നും ജോലിക്ക് പോയിട്ട് ഇച്ചിരി വന്നപ്പോഴും താമസിച്ച്, പിന്നെ അതിനുശേഷം ഇച്ചിരി ഡൈ എടുത്ത് പനി വന്നിട്ട് ഒരു വട്ടേ കുളിച്ചുള്ളൂ. ഇന്ന് നല്ല തലവേദനയുണ്ട് കേട്ടോ. പിന്നെ ഇച്ചിരി ഡൈ എടുത്ത് അവിടെ ഇവിടെയൊക്കെ ഇത്തിരി തേച്ചിട്ട് അത് ഉണങ്ങാനും അത് പിടിക്കാനുള്ള സമയമൊന്നും കൊടുത്തില്ല. പെട്ടെന്ന് കുളിച്ചിട്ട് ഓടി. അപ്പോൾ അവിടെ ചെന്നു, അതെല്ലാം കഴിഞ്ഞു. മാർക്കം കളിയും അല്ലാത്തവർ ഡാൻസും ഒക്കെ കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ ഞാൻ ഇറങ്ങുന്നതിനിടയിലും ഇച്ചിരി നമുക്ക് രാത്രിയായ സിറ്റിയിൽ നിന്നൊക്കെ വീഡിയോ എടുക്കാൻ നല്ല സൂപ്പറാണ്. സിറ്റിയുടെ വണ്ടികളുടെയും ലൈറ്റിൻ്റെയും ഒക്കെ വെട്ടത്തിനിടയിൽ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ഒരു ഭംഗിയാണ്. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മുടെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ വീഡിയോ ആയിരുന്നു. നമ്മുടെ നേരത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിരിക്കും. എന്നാലും ഇന്നും ഞാൻ ഒന്നുകൂടെ അത് നടയൊക്കെ അടച്ചു. ഞാൻ വന്നപ്പോൾ നടയൊക്കെ അടച്ചു. അപ്പോൾ അതിൻ്റെ പുറമേയുള്ള കാഴ്ചയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് വീഡിയോ ഇട്ടിടാം. ഉച്ചയ്ക്ക് ചോറൊന്നും കഴിച്ചില്ല കേട്ടോ. ഉച്ചയ്ക്ക് വന്നപ്പോഴത്തേക്ക് തന്നെ ഇച്ചിരി സമയം ലേറ്റായി, ചോറൊന്നും കഴിച്ചില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് കളിക്കാനൊക്കെ പോകണേൽ ഇച്ചിരി പവറായിക്കോട്ടെ എന്ന് പറഞ്ഞൊരു കരിക്ക് വാങ്ങിക്കൊണ്ട് വന്നു. കരിക്ക് വാങ്ങിയിട്ട് അതിൽ ഗ്ലൂക്കോസും കൂടെ ഇട്ട് കുടിക്കാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ ഉണ്ടല്ലോ, കരിക്കിൽ വെള്ളമില്ല, 1/2 ഗ്ലാസ് വെള്ളം പോലും ഇല്ലായിരുന്നു. പിന്നെ അതിന് ഇച്ചിരി ഗ്ലൂക്കോസൊക്കെ ഇട്ട് കുടിച്ചിട്ട് പോയി. എനിക്ക് ഇന്നലെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ഒരു വിഷമവും ടെൻഷനൊക്കെ ഉണ്ട്. നമ്മൾ ഈ പ്രോഗ്രാം അവതരിപ്പിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് തലകറങ്ങി വീഴുമോ, ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമോ എന്നുവെച്ചാൽ നമ്മൾ കിടന്ന് അത്ര പാടുപെട്ടിട്ടാണ് എണീറ്റത്. അപ്പോൾ അതിൻ്റേതായ ഒരു ക്ഷീണം നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് കാണാൻ പറ്റും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത്രയെങ്കിലുമൊക്കെ ഇതായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഉണങ്ങി എല്ലും കോല് പോലെ പുതിയ വീട് വയ്ക്കുമ്പോഴത്തേക്ക് അവിടെ കോലം കെട്ടി വയ്ക്കുമല്ല, ആ ഒരു പരുവായിരുന്നു എൻ്റെ. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. ഈ വലിയ കമ്മലും ഈ വലിയ ഇതൊക്കെ ഇടുമ്പോഴത്തേക്ക് കുഞ്ഞു മോന്തയും വലിയ സംഭവമൊക്കെയാണ്. നമ്മളെ യൂട്യൂബ് മക്കളൊക്കെ കാണണമെങ്കിൽ അത് മതി കളിയാക്കാം. പിള്ളേർക്ക് എന്തെങ്കിലും കാരണം കാത്തിരിക്കുകയാണ് നമ്മളെ കളിയാക്കാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും പറഞ്ഞ് നമ്മളെ കളിയാക്കിയില്ലെങ്കിൽ അവർക്ക് ഉറക്കം വരില്ല. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. ഇന്നത്തെ വാർത്ത ഇതൊക്കെയാണ്. ഇന്നത്തെ വാർത്ത വായിക്കുന്നത് ഹേമസുധ, കേൾക്കുന്നതോ നിങ്ങൾ. നമ്മുടെ വാർത്ത ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കേൾക്കുക കേട്ടോ. നമ്മുടെ വാർത്തയും നമ്മുടെ വാചകവും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കേൾക്കുക. കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരെന്ത് ചെയ്യണം? പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം, എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനൊക്കെ പൗർണമിക്ക് പൂ വാങ്ങിച്ചപ്പോൾ എന്തോരം വിലയായിരുന്നുണ്ട്. പൗർണമിക്ക് പൂ വാങ്ങിയപ്പോഴത്തേക്ക് ഭയങ്കര വിലയായിരുന്നേ. ഇന്ന് ഞാൻ കരുതി 50 രൂപയ്ക്ക് പൂ ചോദിച്ച് തരണമെങ്കിൽ 50 രൂപയ്ക്ക് വാങ്ങാം. ഇല്ലെങ്കിൽ ഞാൻ കരുതി മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ പൂ ഉണ്ടല്ലോ, അത് 30 രൂപ 50 രൂപയൊക്കെയാണെന്ന് തോന്നുന്നു, അത് വാങ്ങാമെന്ന് കരുതി. ഞാൻ വണ്ടി പഴവങ്ങാടി ക്ഷേത്രത്തിൻ്റെ അവിടെയാണ് ഗണപതി കോവിലിൻ്റെ അവിടെയാണ് പാർക്ക് ചെയ്തിട്ട് നമ്മുടെ അമ്പലത്തിൻ്റെ പുറത്ത് പൂവൊക്കെ വെച്ചുകൊണ്ട് നിൽക്കുമല്ലോ, അവരോട് ഞാൻ ചോദിച്ചു 50 രൂപയ്ക്ക് പൂ തരുമെന്ന് ചോദിച്ചപ്പോൾ പിന്നെന്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 50 രൂപയ്ക്ക് പൂ വാങ്ങിച്ച് ഒരു റോസയും കൂടെ വാങ്ങി വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ റോസ വെക്കാൻ മറന്നു പോയി. അപ്പോൾ ഇത് ഞാൻ സ്ലൈഡൊക്കെ കുത്തിക്കയറ്റി വെച്ചേക്കണം. അപ്പോൾ അതെനിക്ക് ഇളക്കാൻ ഇച്ചിരി പാടാണ്. സ്ലൈഡൊക്കെ കുത്തിക്കയറ്റി ഞാൻ വെച്ചേക്കാണ്. ഞാൻ പൗർണമിക്ക് പൂ വാങ്ങാൻ പോയപ്പോൾ 1 മുഴം പൂ 200 രൂപ. എൻ്റെ കണ്ണേ തള്ളിപ്പോയി, പൂവിനൊക്കെ ഇത്രയും വിലയെന്ന്. അന്ന് മകരവിളക്കായിരുന്നു. തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര ആഘോഷമൊക്കെ ഉള്ളതുകൊണ്ടും പൂവിനൊക്കെ ഭയങ്കര വിലയായിരുന്നു. പൂക്കാരൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, നമ്മളെ സ്ഥിരം വന്ന് വാങ്ങണയാണല്ലോ എന്ന് പറഞ്ഞപ്പം പൂക്കാരൻ തിരിച്ചെന്നോട് പറയല്ലേ, ഞാൻ സ്ഥിരം തോവാളിൽ നിന്ന് പൂ എടുക്കണേണ്, എന്താ ചെയ്യുക, പൂവിനൊക്കെ വിലയെന്ന് പറഞ്ഞു.
അപ്പോൾ അത് മേടിച്ചിട്ടാണ് ഇന്ന് എനിക്കൊരു ഡൗട്ട് 50 രൂപയ്ക്ക് കിട്ടുമോ എന്ന് തോന്നുന്നു. പക്ഷേ കിട്ടി. പൂവിൻ്റെ അളവൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ചാടിക്കളിയായതുകൊണ്ട് ഞാൻ കിട്ടിയ സ്ലൈഡിനെയൊക്കെ കുത്തി ഇറക്കി വെച്ച് ഇതിനൊക്കെ ഇനി ഊരി മാറ്റി. എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട് കേട്ടോ. ഇരുന്നിട്ട് 2 ദിവസം ജോലിക്ക് പോയി സുഹൃത്തുക്കളെ. 2 ദിവസം ജോലിക്ക് പോയി. ഇനിയിപ്പോൾ നാളെ ജോലിക്ക് പോകാൻ പറ്റണം. എന്തൊരു പാട്ട് നമ്മുടെ അവിടുത്തെ പാട്ടൊക്കെ കേട്ടാലേ അറിയാതെ നമ്മൾ ആടിപ്പോവും. ആടാനും പാടാനും നിന്നില്ല കേട്ടാ. നമ്മുടെ ഡാൻസിന് മാത്രം ആടി. അപ്പോൾ അവിടത്തെ പാട്ട് കേട്ട് ആടാൻ നിന്നുണ്ടല്ലോ. ഞാൻ പിന്നെ ക്രിസ്മസിന് ആടിയും പാടിയും ടൂറുമൊക്കെ പോയാണ് 2 ആഴ്ച കിടപ്പായത്. അതുകൊണ്ട് പാട്ട് കേട്ടപ്പോൾ എനിക്കറിയാതൊക്കെ ആട്ടമൊക്കെ വന്നു. പക്ഷെ ഞാൻ പിടിച്ചു നിന്നു. ആടിയാൽ പിന്നെ നമുക്ക് കിടന്നു പോകും സുഹൃത്തുക്കളെ. അതുകൊണ്ടാണ്. അപ്പോൾ കണ്ടോ ഒരു മുഴം എൻ്റെ കുഞ്ഞ് കയ്യിൽ വെച്ചിട്ട് ഒരു മുഴം അല്ല 1.5 മുഴം ഉണ്ടെന്ന് കേട്ടോ. 1.5 മുഴം ഉണ്ട്. 50 രൂപയ്ക്ക് കൊള്ളാം കേട്ടോ. ആണക്കിന് ഞാൻ പൂ 200 രൂപയ്ക്ക്. അപ്പോൾ ഈ പൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് എൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. ഇനി ആഭരണങ്ങളൊക്കെ ഊരിപ്പറക്കി വെക്കണം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ തന്നെയാണ് എല്ലാവരും കുട്ടപ്പൂ കെട്ടാൻ ഞാൻ തന്നെയാണ് കെട്ടിയത്. എൻ്റെ കെട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനത് തിരിച്ച് കാണിച്ച് തരാം. കുട്ടപ്പൂ കാണാൻ പറ്റും. ഇതൊക്കെ കണ്ടിട്ടില്ല. നിങ്ങളാരും കളിയാക്കല്ലേ. ഈ തള്ളക്ക് എന്താ വട്ടാണോ എന്ന് വിചാരിക്കും. നമ്മൾ തല കെട്ടിയതൊന്ന് കാണിച്ചതാണേ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. വന്നിട്ട് ഇച്ചിരി മൈലാഞ്ചിയൊക്കെ എടുത്തിട്ട് എന്നുവെച്ചാൽ നമ്മുടെ മാർഗം കളിക്ക് വേണ്ടിയിട്ട് മൈലാഞ്ചി പെട്ടെന്ന് അത് ഇട്ടാൽ തന്നെ അപ്പോഴും കറക്കി കഴിഞ്ഞ് നമ്മൾ ഇത്തിരി ജോലി ചെയ്താൽ പോകും. മാർഗം കളിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തിരി ആൾക്കാർ കാണട്ടെ എന്ന് വിചാരിച്ച് ഇച്ചിരി മൈലാഞ്ചിയൊക്കെ ഇട്ട്. ഇതൊക്കെയാണ് വിശേഷം. 1 2 3 4 എല്ലാം. ടാറ്റ ബൈ ബൈ. കൂടുതലൊന്നും പറയുന്നില്ല. ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ കിടക്കും കേട്ടോ. പറ്റുമെന്ന് നോക്കട്ടെ. ലൈവ് വരാൻ പറ്റുമെന്നോ. ലൈവും തന്നാൽ കഥ പറഞ്ഞുകൊണ്ടിരിക്കണം. എനിക്ക് പറ്റൂല. 2 ദിവസമൊക്കെ ഓക്കെ ആയിട്ട് ലൈവൊക്കെ വരാം. എൻ്റെ മനസ്സല്ല ബോഡി ഓക്കെ ആയിട്ട് ലൈവ് വരാം. നമ്മൾ ലൈവ് വന്നാൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. 10 മിനിറ്റ് കഥ പറയാൻ പറ്റില്ല. 15 മിനിറ്റ് കഥ പറയാൻ പറ്റില്ല. അരമണിക്കൂറൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 മണിക്കൂറെങ്കിലൊക്കെ ഇരിക്കണം. ഞാൻ എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ ടാറ്റ ബൈ ബൈ. എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ 55 56 57 8. ഓക്കെ 8 മിനിറ്റ്.